ചോദ്യം നമ്പർ 34 ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ അൻവർ സാദത്ത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, അതും ഈ ചോദ്യവും സമാനമായ ചോദ്യം തന്നെയാണ് സാർ. ഞാൻ ടേബിൾ ചെയ്യാം. ശ്രീ അൻവർ സാദത്ത്. സർ, സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം സമയബന്ധിതമായി പെൻഷൻ മസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ എത്ര പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നിഷേധിച്ചെന്ന് വ്യക്തമാക്കാമോ സർ? പിന്നീട് മസ്റ്ററിംഗ് നടത്തുന്നവർക്ക് മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ നൽകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കുമോ? ഇല്ലെങ്കിൽ കാരണം വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, അതിൻ്റെ ഈ മസ്റ്ററിങ്ങിൻ്റെ വിശദമായ കണക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. മസ്റ്ററിങ് നടത്തി ആളുകൾ, ആ മസ്റ്ററിങ് വേറൊന്നുമല്ല സാർ, ലൈഫ് സർട്ടിഫിക്കറ്റാണ് എല്ലാ പെൻഷനുകളും പോലെ. ആ മസ്റ്ററിങ് നടത്തിയിട്ട് പിന്നീട് അതിനകത്ത് വിട്ടുപോയവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ വിശദമായിട്ട് നോക്കിയിട്ടാണ് പറയേണ്ടത്. അത് സാധാരണ ഒരു സമ്പ്രദായമാണ്. കോവിഡ് സമയത്ത് കുറച്ചു കാലം നടത്തിയില്ലായിരുന്നു. അപ്പോൾ മസ്റ്ററിങ് ആളുണ്ടോ, ആളില്ലാതെ ധാരാളം. നേരത്തെ CAG-യുടെ കണക്കിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ. മരിച്ചുപോയ ആളുകളുടെ പേരിലും അക്കൗണ്ടിൽ പോകുന്നുണ്ട്, അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് മസ്റ്ററിങ് വേണ്ടി വരും. മസ്റ്ററിങ്ങിന് 4 മാസക്കാലം കൊടുത്തിരുന്നു. 4 മാസ കാലയളവിനുള്ളിലും മസ്റ്ററിങ് നടത്താത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ മസ്റ്ററിങ്ങിൻ്റെ കാര്യത്തിനകത്ത് വിശദമായ കണക്കുകൾ എടുത്തിട്ട് തരാം. ഇപ്പോൾ എല്ലാം ഇല്ല, പക്ഷേ അതിനകത്ത് മസ്റ്ററിങ് നടത്തി കുറച്ചാണ് കുറഞ്ഞിട്ടുള്ളത്. മരിച്ചവരൊക്കെ ഒഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.